1978 കുളിരുള്ള ഒരു പ്രഭാതം. കീഴൽമുക്കിൽ നിന്ന് പാറേമ്മൽ സ്കൂളിലേക്കുള്ള ചമ്മൺ പാതയിലൂടെ കുട്ടികൾ ഇലാസ്റ്റിക് വലിച്ചു കുടുക്കിയ പുസ്തകക്കെട്ടുകളുമായി കലബില് പറഞ്ഞുകൊണ്ട് പരുക്കെ നടക്കുകയാണ്. കുണ്ടുകുഴിയുമുള്ള ഈ റോഡിലൂടെ വാഹനങ്ങൾ വല്ലപ്പോഴുമേ വരാറുള്ളൂ. സ്കൂളിന് അടുത്തെത്താറായി. പൂമുഖമാണ് നമ്മെ ആദ്യം സ്വീകരിക്കുന്നത്. ആനപ്പുറം പോലുള്ള പാറേമ്മൽ കാലെടുത്ത് വെക്കുമ്പോഴേക്കും കുട്ടികളുടെ ബഹളം കേൾക്കാറായി. ആർത്തലയ്ക്കുന്ന അറബിക്കടൽ പോലെ പൂമുഖം മുതൽ താഴെ അത്തിമരം വരെ തഴിച്ചു വളരുന്ന മൈലാഞ്ചി ചെടികൾ, പച്ച പിടിച്ചു നിൽക്കുന്ന മൈലാഞ്ചി ചെടികൾ അതിലെ പോകുന്നവരുടെ തട്ടം പിടിച്ചു വലിക്കുമായിരുന്നു. പടിഞ്ഞാറ് ഭാഗം വിവിധയിനം ചമ്പരത്തികൾ, പാറയുടെ കറുത്ത പള്ളഭാഗം മുഴുവൻ മൈലാഞ്ചി അരച്ച വെള്ളപ്പാടുകൾ, പാറക്കുണ്ടിലെ സമൃദ്ധമായ തെളിനീരുറവുകൾ. അവർ വെള്ളിയിലെ കുമ്പിളുകൾ പന്നീർ വെള്ളം ശേഖരിച്ചു. അത് അരക്കാനും കഴുകാനും മാത്രമല്ല, വെള്ളിയിലകളിൽ പളുങ്കുമണികൾ നൃത്തം ചെയ്യുന്നത് കാണാനുമായിരുന്നു. അരവുകല്ലുകൾ ഓരോരുത്തരും കഴുകി വൃത്തിയാക്കി ഒളിപ്പിച്ചു വെക്കാൻ നല്ല മിടുക്കായിരുന്നു അവർക്ക്. പൂമുഖത്തെ ഇരുത്തിയിൽ ശങ്കരക്കുറുപ്പ് ചമ്രം പടിഞ്ഞിരുന്ന് ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു. ചുറ്റും കുട്ടികൾ. പാറമ്പിലൂടെ തലങ്ങും വിലങ്ങും കുഞ്ഞുങ്ങൾ കുസൃതി കാട്ടിയും നിഷ്കളങ്കമായി ചിരിച്ചും നടന്നു നീങ്ങുകയാണ്. അമ്പലത്തിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ ജാനു ടീച്ചർ കുട്ടികളും വരാറായി. ഇരുഭാഗത്തുമുള്ള കുള്ളുകളിലെ മേളിൽ നിന്നും ചായപ്പുല്ലുകളും തടിച്ച പൂരുപടി തണ്ടുകളും ചേർന്ന് മേൽക്കൂരകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഉച്ചസമയത്ത് പോലും അതിൽ നടന്നു പോകാൻ പേടിയായിരുന്നു. പാറക്കുണ്ടിനടുത്ത് കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനും പവിയും ചെന്ന് നോക്കി. വലിയ ചേറുമീനുകൾ ഉണ്ടത്ര ഇതിൽ. എത്ര നോക്കിയിട്ടും കാണാതായപ്പോൾ പവി പറഞ്ഞു, വാട നമുക്ക് പോവാം. അവൻ എൻ്റെ കൈ പിടിച്ചു വലിച്ചു. സ്കൂളിലെത്തി. പുസ്തക ചുമട് ഇറക്കി വെച്ച് ഒന്ന് നെടുവേർപ്പിട്ട് ഗോപാലൻ നായർ മാഷ് ലീവാണെന്ന് ഗോപനാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് രാജൻ സേട്ടിയും പ്രദീപനും പറഞ്ഞു. വായനയും കോപ്പി വരയും ഹോംവർക്കും ഒന്നും വേണ്ടല്ലോ. ക്ലാസ് മുഴുവൻ സന്തോഷത്തിൽ ആറാടുകയാണ്. തീരെ തളർന്നുവെന്ന് കണ്ടപ്പോൾ ഞാനും മോഹനും സീറ്റിൽ വന്നിരുന്നു. ഞങ്ങൾ സീറ്റിൽ വന്നിരുന്നതും പത്മനാഭക്കുറുപ്പ് മാസ്റ്റർ ചൂരൽ വീശിക്കൊണ്ട് രംഗപ്രവേശം ചെയ്തതും ഒരുമിച്ച്. ഞങ്ങൾ മുടിനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുവെന്നേ പറയണ്ടു. ആനന്ദ നർത്തക്കാരുടെ ചന്തീനും കാലിലും ചൂരൽ ആഞ്ഞു പതിച്ചു. ഒരൊറ്റ അട്ടഹാസമായിരുന്നു മാഷ്. ക്ലാസ് നിശബ്ദമായി. മാഷ് പോയെന്ന് കണ്ടപ്പോൾ രക്ഷപ്പെട്ട ഞങ്ങൾ രണ്ടുപേരും തല്ലുകൊണ്ടവരെ നോക്കി മുഖം പൊത്തി ചിരിച്ചു മണ്ണ് കപ്പി. ജാനു ടീച്ചറായിരുന്നു അന്ന് ക്ലാസ്സിൽ വന്നത്. ടീച്ചറുടെ പച്ച ഷിഫോൺ സാരിയും ഭംഗിയായി മെടഞ്ഞു വെച്ച നീണ്ട മുടിയും ടിപ്പും എല്ലാം നല്ല ചേർച്ചയായിരുന്നു. അറ്റൻഡൻസ് വിളി കഴിഞ്ഞ് വളരെ പ്രസിദ്ധമായ കൂവമേട് ആലു എന്ന ഹിന്ദി കഥ ഭാവാഭിനയത്തോടെ ടീച്ചർ അവതരിപ്പിക്കുകയാണ്. മോഹനും ശശീന്ദ്രനും അപ്പോഴും തല്ലുകൊണ്ടവരെ നോക്കി സഹിക്കവയ്യാതെ തലതാഴ്ത്തി പിടിച്ച് ചിരിക്കുകയാണ്. പീരീഡുകൾ 2 കഴിഞ്ഞു. ഇൻ്റർവെൽ സമയമായി. തടിയും ഊക്കുമുള്ളവർ അട്ടിയാൻ പൊട്ടിയാൻ കളി തുടങ്ങി. ശ്രീനിക്ക് എപ്പോഴും അസുഖമായിരുന്നുവല്ലോ. വളരെ സ്നേഹമുള്ളവനായിരുന്നു അവൻ. എന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മധുരപ്പുളി എന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. മിക്കവാറും 2 വാളൻ പുളികൾ കാണും. അതിലൊന്ന് ആരും കാണാതെ മുഴുക്കെ ഞാൻ തന്നെ ഭക്ഷിക്കും. ഒരെണ്ണം എല്ലാവർക്കുമായി പങ്കുവെക്കും. ശ്രീനിയും ശശീന്ദ്രനും സ്കൂളിൻ്റെ താഴെ ഗ്രൗണ്ടിൽ മുഖാമുഖം നിന്ന് വർത്തമാനത്തിലാണ്. മേനഗോപിയുടെ പിന്നിൽ അവൻ്റെ ഷർട്ട് വലിച്ചു പിടിച്ച് വണ്ടി ഓടിക്കുകയായിരുന്ന ഞാൻ ശശീന്ദ്രൻ്റെ അടുത്തെത്തിയതും ഒരു കുസൃതിക്ക് വേണ്ടി അവൻ്റെ പുറകിൽ ശക്തിയായി ഒന്ന് തള്ളിയതും ഒരുമിച്ച്. തത്തക്കൊക്കുപോലെ പുറത്തേക്ക് ചാടിയ ശ്രീനിയുടെ മേലെ നിരയിലുള്ള 2 പല്ല് ശശീന്ദ്രൻ്റെ നെറ്റിയിൽ ചെന്ന് പതിച്ചത് ഞാൻ അറിഞ്ഞില്ല. കരിക്ക് പൊട്ടിയതുപോലെ ചോര കുടുകുട ഒലിക്കുകയാണ്. ശശീന്ദ്രൻ്റെ മുഖവും ഷർട്ടും മുഴുവൻ ചോരയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ദുരന്തത്തിൽ എൻ്റെ മുട്ടുകൾ വിറക്കാൻ തുടങ്ങി. എൻ്റെ അവസാനം അടുത്തുവെന്ന് ഞാൻ നിശ്ചയിച്ചു. പ്രതിയായ എന്നെ എല്ലാവരും ചേർന്ന് തൂക്കിപ്പിടിച്ച് പത്മനാഭക്കുറുപ്പ് മാഷെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഓടിച്ചെന്ന് ശശീന്ദ്രൻ്റെ തലയിലെ മുറിവിൽ അമർത്തി പിടിച്ചു. എൻ്റെ കൈയിലൂടെ ചോര കുടുകുട ഒലിച്ചിറങ്ങി. കൈകളും ഷർട്ടും ചോരയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ഞാൻ ശശീന്ദ്രൻ്റെ നെറ്റിയിൽ നിന്ന് കൈയെടുത്തില്ല. ചോര കണ്ടിട്ട് തല കറങ്ങുന്നത് പോലെ തോന്നി എനിക്ക്.